ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സേബ്സ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റിയും എന്നാൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതുമായിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയായിട്ടാണ്. ഇതിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ റെഡ് ക്യാരറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ക്യാരറ്റ് വെച്ചിട്ടും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടെ നല്ലത് ഈ റെഡ് ക്യാരറ്റ് വെച്ച് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോ ഒരു 3 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാണ്. അത് ഇതേപോലെ ചെറിയ ഗ്രേറ്റർ ഉപയോഗിച്ച് വേണം ചെയ്യാൻ, വലുതാക്കി ചെയ്യണ്ട. ഇതേപോലെ ചെറിയ ഭാഗത്ത് വെച്ചിട്ട് ചെയ്തെടുക്കണം. നമുക്കിത് ആദ്യം തന്നെ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ്. അതേപോലെ തന്നെ ഇതിന്റെ കടഭാഗം, ഇതേപോലെ കട്ടിയുള്ള ഭാഗം നമുക്ക് മുറിച്ച് കളയാം. ചിലതിന് കൂടുതലായിട്ടുണ്ടാവും, ഇത് ചിലതിന് ഇതേപോലെ ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ. എന്തായാലും ആ കട്ടിയുള്ള ഭാഗം വേണ്ട. 2 ഭാഗം കട്ട് ചെയ്ത ശേഷം നമുക്ക് അതേപോലെ പീൽ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൽ കൂടുതലായിട്ട് ആ കടഭാഗം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഞാൻ എല്ലാം പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പൊ ഞാൻ 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 4 കപ്പ് ക്യാരറ്റ് ഉണ്ട്. ഗ്രേറ്റ് ചെയ്തതിനു ശേഷം ക്യാരറ്റ് മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽക്കോവ തയ്യാറാക്കാം. പാൽക്കോവ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെ സ്വീറ്റ് ലെവലിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ സ്വീറ്റ്നെസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാനിപ്പോ 1 കപ്പ് പഞ്ചസാര മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്തു. മിക്സ് ചെയ്ത ശേഷം നമ്മൾ തിളച്ച പാല്, ഞാൻ മറ്റേ അടുപ്പിൽ അതേസമയം തന്നെ ഞാൻ പാല് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പാല് കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1.25 കപ്പ് പഞ്ചസാരയാണ് ടോട്ടൽ ചേർത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ പാലിന്റെ പച്ചച്ചുവ പെട്ടെന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിക്കുമ്പോൾ പാലിന്റെ പച്ചച്ചുവയൊക്കെ മാറി പെട്ടെന്ന് തന്നെ നല്ലൊരു ഫ്ലേവർ വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളം ചേർക്കുന്നത്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പാലിന്റെ പച്ചച്ചുവ മാറി കിട്ടും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഞാൻ ഇങ്ങനെ ഇടക്കൊന്ന് ഇളക്കി കൊടുത്ത്, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കണം. ഇപ്പൊ ഒരുവിധമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നേരത്തെ ഒഴിച്ച പാലൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഞാനൊരു 2 കപ്പ് പാലാണ് ഒഴിച്ചത് 4 കപ്പ് ക്യാരറ്റിലേക്ക്. ചിലര് കൂടുതൽ പാല് ചേർക്കും, പക്ഷെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത്രയും തന്നെ പാല് മതി. ഞാനൊരു ഏലക്കായുടെ പൊടിയുടെ ഫ്ലേവർ പോരാതെ തോന്നിയിട്ട് ഒരല്പം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പാൽക്കോവ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പാൽക്കോവ ചേർത്താൽ മടുപ്പ് വരും, അതുകൊണ്ട് ഇത്രയും തന്നെ ചേർത്താൽ മതിയാവും. നമുക്ക് അണ്ടിപ്പരിപ്പോ ബദാമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒന്ന് ജസ്റ്റ് നെയ്യിൽ മൂപ്പിച്ച ശേഷം അതും ചെറുതായിട്ട് മുറിച്ച് ചേർത്താൽ മതി, അധികം പൊടിയായിട്ട് പോകണ്ട. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം, പക്ഷെ ഇത് കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് വരിക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്.
ഇതിന്റെ കറക്റ്റ് ഭാഗം ഇതുപോലെ പാത്രത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയി വരികയും നെയ്യ് തെളിഞ്ഞു വരികയും ചെയ്യുന്ന സമയത്താണ് നമ്മളിത് പാത്രത്തിൽ നിന്ന് മാറ്റേണ്ടത്. ഇത് വളരെ ടേസ്റ്റി ആയ ഡിഷാണ്. നിങ്ങൾക്ക് തണുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ചൂടോട് കൂടെ എങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. ഇത് പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഡെസേർട്ട് ആണ്. തീർച്ചയായും വീഡിയോ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.